അപ്പോൾ സ്ലറി ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ കടലപ്പിണ്ണാക്ക് നമ്മൾ ഒരു പിടിയോ അല്ലെങ്കിൽ 2 പിടിയോ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കുതിർത്തിട്ട് ഒരു 4 ദിവസം നമ്മൾ അപ്പോൾ നമ്മൾ ആദ്യഘട്ട വളർച്ചയിൽ നമുക്കിതൊരു 5 ദിവസമോ അല്ലെങ്കിൽ 10 ദിവസമോ ഒരാഴ്ചയിലോ അങ്ങനെ നമുക്ക് കൊടുക്കാം. പക്ഷേ നമ്മളൊരു പൂക്കാനും കഴിക്കാനായുള്ള ചെടികൾക്ക് നമ്മളത് മാസത്തിലൊരിക്കൽ ഇത്തിരി അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ കടലപ്പിണ്ണാക്ക് വളത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. പലരും ചോദിക്കുന്നതാണ് നമ്മൾ കടലപ്പിണ്ണാക്ക് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്, അതേപോലെ എപ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പിണ്ണാക്ക് വളത്തിൽ പ്രധാനിയാണ് നമ്മളെ ഈ കടലപ്പിണ്ണാക്ക്. അപ്പോൾ പലരും ഈ പച്ചച്ചാണകം കിട്ടാതെ വരുമ്പോഴൊക്കെയാണ് അധികം നമ്മൾ ഈ കടലപ്പിണ്ണാക്ക് ഉപയോഗിക്കാറുള്ളത്. അടിക്കടിയായിട്ട് നമ്മളെ ചെടികളിൽ ഉപയോഗിക്കാറുള്ളത്. എല്ലാതരം കൃഷിക്കും നമുക്ക് കടലപ്പിണ്ണാക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താ വെച്ചാൽ കടലപ്പിണ്ണാക്കിൽ നൈട്രജന് 7% ഉണ്ട്, അതേപോലെ ഫോസ്ഫറസ് 1.3% അടങ്ങിയിട്ടുണ്ട്, അതേപോലെ തന്നെ പൊട്ടാസ്യം 1.5% അടങ്ങിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് ഇത് നൈട്രജൻ വളമായിട്ടാണ് നമ്മളിത് കൃഷിയിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതേപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് പ്രോട്ടീൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കടലപ്പിണ്ണാക്ക് നമ്മൾ ചെടികൾക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ ചെടികൾക്ക് ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള വളർച്ച ഉണ്ടായാലും മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ അതിൽ കായ്ഫലം കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ രോഗങ്ങൾ വരുന്നതിനും അതേപോലെ കീടശല്യം വരുന്നതിനും ഒക്കെ പ്രതിരോധിക്കാനുള്ള കഴിവും ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഈ കടലപ്പിണ്ണാക്ക് നമ്മൾ ചെടികൾക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നൈട്രജൻ മാത്രമല്ല കിട്ടുക. കാരണം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ വരിക എന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഘടന, അതേപോലെ വായു സഞ്ചാരം, അതേപോലെ തന്നെ വെള്ളം പിടിച്ചു വെക്കാനുള്ള കഴിവ്, പിന്നെ നമ്മളെ കാർബണിൻ്റെയും നൈട്രജൻ്റെയും അളവ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും നമ്മൾ കടലപ്പിണ്ണാക്ക് കൃഷിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് കടലപ്പിണ്ണാക്ക്. വെച്ചാൽ നമ്മളിപ്പോൾ ഫ്ലാറ്റിൽ ടൗണിലൊക്കെ ഉള്ളവർക്ക് പച്ചച്ചാണകം അങ്ങനെ കിട്ടൂല. അപ്പൊ അതിന് പകരമായിട്ടൊക്കെ നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ കടലപ്പിണ്ണാക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ കടലപ്പിണ്ണാക്ക് നമുക്ക് മണ്ണിൽ ഡയറക്റ്റ് ആയിട്ട് അധികം നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് ശല്യം കൂടും, അതേപോലെ കീടശല്യം കൂടും. കാരണം ഉറുമ്പ് ശല്യം നല്ല രീതിയിൽ ചെടിയിലുണ്ടാവും. അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? കടലപ്പിണ്ണാക്ക് എടുക്കുക, അതേ അളവ് തന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കുക, എന്നിട്ട് അത് മിക്സ് ചെയ്ത് പൊടിച്ചിട്ടാണ് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മണ്ണിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം സ്ലോ ആയിട്ട് നമ്മളിപ്പോൾ ഒരു അർജന്റാണ് നൈട്രജന്റെ കുറവ് ചെടിയിൽ കണ്ടിട്ട് നമ്മൾ അർജന്റ് ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചെടിക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുക? സ്ലറി ആക്കിയിട്ടാണ് കൊടുക്കുക. അപ്പൊ സ്ലറി ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ കടലപ്പിണ്ണാക്ക് നമ്മൾ ഒരു പിടിയോ അല്ലെങ്കിൽ 2 പിടിയോ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കുതിർത്തിട്ട് ഒരു 4 ദിവസം നമ്മൾ 3-4 ദിവസം നമ്മൾ കുതിർത്തിട്ടതിന് ശേഷം അതിന്റെ തെളി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 8 ലിറ്ററോ 10 ലിറ്ററോ വെള്ളം മിക്സ് ചെയ്യുക. ഇപ്പൊ വലിയ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ടും ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ചെറിയ പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടികളെ കൃഷിയിൽ നമ്മളിത് കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ നമുക്ക് 5 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ചെടികളെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ മറ്റു സ്ലറികളൊക്കെ ഉണ്ടാക്കില്ല. കാരണം സ്ലറികൾ പല രീതിയിൽ ഉണ്ടാക്കും. നമ്മളിപ്പോൾ വേപ്പിൻ പിണ്ണാക്കും അതേപോലെ ശർക്കരും ഇതൊക്കെ ആഡ് ചെയ്തിട്ട് പല രീതിയിൽ സ്ലറികൾ ഉണ്ടാക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിലും നമുക്ക് കടലപ്പിണ്ണാക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ പുളിപ്പിച്ച വളം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചോദിക്കുന്നതാണ്, ഇത് എപ്പോഴൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റുന്നു, ഏത് പ്രായത്തിലുള്ള ചെടികൾക്കാണ് നമുക്കിത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ചെടികൾ ആദ്യഘട്ട വളർച്ചയ്ക്കാണ് നമ്മളിത് കൂടുതലായിട്ട് നൈട്രജൻ അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുക്കുക. പക്ഷെ പൂക്കാനും കായ്ക്കാനുള്ള സ്റ്റേജിൽ നമ്മൾ ഈ വളം കൊടുക്കൂല. കാരണം കടലപ്പിണ്ണാക്ക് അധികം ആൾക്കാരും കൊടുക്കൂല. കാരണം നൈട്രജൻ ആണ് അതിൽ കൂടുതലുള്ളത്. ആ ഒരു ടൈമിൽ ചെടികൾക്ക് നൈട്രജൻ കിട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മാസത്തിൽ ഒരു തവണ വെച്ചിട്ടോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഇത്തിരി വെച്ചിട്ടോ ഒക്കെ നമുക്ക് കൊടുക്കാം. കാരണം തീരെ നൈട്രജൻ കിട്ടൂല വേണ്ടെന്നല്ല, ചെടികൾക്ക് ചെറിയ തോതിൽ മാത്രം കിട്ടിയാൽ മതി എന്നുള്ള. അപ്പോൾ നമ്മൾ ആദ്യഘട്ട വളർച്ചയിൽ നമുക്കിതൊരു 5 ദിവസമോ അല്ലെങ്കിൽ 10 ദിവസമോ ഒരാഴ്ചയിലോ അങ്ങനെ നമുക്ക് കൊടുക്കാം. പക്ഷേ നമ്മളൊരു പൂക്കാനും കഴിക്കാനായുള്ള ചെടികൾക്ക് നമ്മളത് മാസത്തിലൊരിക്കൽ ഇത്തിരി അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. കാരണം ആ ഒരു ടൈമിൽ നമ്മൾ ഫോസ്ഫറസും പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളാണ് നമ്മൾ ധാരാളമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്.
അതേ സ്ഥാനത്ത് നമ്മൾ ഇലച്ചെടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചീരയ്ക്ക് അതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിലായിട്ട് നമുക്ക് അത് കൊടുക്കാനും പറ്റുന്നതാണ് കേട്ടോ. അവിടെ പിന്നെ പൂക്കാനുള്ള ടൈമൊന്നും ഇല്ലല്ലോ. ഇലച്ചെടികൾക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടൊക്കെ നമുക്ക് കൊടുക്കാം. 5 ദിവസത്തിലാണെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഏത് തരം ജൈവ സ്ലറികൾ ഉണ്ടാക്കാമെങ്കിൽ ഇപ്പൊ കടലപ്പിണ്ണാക്കുന്നല്ല, ഏത് സ്ലറികളാണെന്നുണ്ടെങ്കിലും മഴക്കാലത്ത് നമ്മൾ സ്ലറികൾ ഒഴിച്ചു കൊടുക്കാതിരിക്കുക. കാരണം അത് ഒരുപാട് വേസ്റ്റ് ആയിട്ട് പോവുകയേ ചെയ്യുള്ളൂ. പിന്നെ മണ്ണ് പുളിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്, മണ്ണ് അസിഡിക്കാനൊക്കെ ചാൻസ് കൂടുതലായിരിക്കും. ആ മഴക്കാലത്ത് നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചാൽ മഴ ഇല്ലാത്ത സമയം നോക്കിയിട്ട് നമ്മൾ സ്ലറികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കട്ടോ. അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സ്ലറി ഒക്കെ ഉണ്ടാക്കുന്ന ടൈമാണ് വെച്ചാൽ നമ്മൾ കൂട്ടുവെള്ളം ഉണ്ടാക്കണം. മറ്റു സാധനങ്ങൾ വേപ്പും പിണ്ണാക്കും അതേപോലെ ശർക്കര ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള സ്ലറി ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദിവസം മുന്നെങ്കിലും നമ്മൾ കടലപ്പിണ്ണാക്ക് കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കുക. എന്നിട്ട് അങ്ങനെ ഇട്ട് വെച്ചിട്ട് അത് കുതിർന്നതിൻ്റെ ശേഷം അത് സ്ലറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. മറ്റെന്താ വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ കടലപ്പിണ്ണാക്ക് സ്ലറി ഉണ്ടാക്കുന്ന ടൈമിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അലിയൂല. അപ്പോൾ നമ്മളിത് ചെടിക്ക് സ്ലറി ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അടിയിൽ ചണ്ടിയായിട്ട് കിടക്കും. അപ്പോൾ ഒരു ദിവസം മുന്നേ തന്നെ കടലപ്പിണ്ണാക്ക് മാത്രം നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുതിർത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വളം തന്നെയാണ് ഈ കടലപ്പിണ്ണാക്ക്. അയച്ച പിണ്ണാക്ക് വളത്തിൽ പ്രധാനി തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ചാണകം കിട്ടാത്തവരൊക്കെ ഇനി ചാണകം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാസവളത്തിലേക്ക് നൈട്രജൻ അടങ്ങിയ രാസവളത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കടലപ്പിണ്ണാക്ക് ഒട്ടുമിക്ക എല്ലാ മസാലപ്പീടിയിലും അയച്ചാൽ പലചരക്ക് വിൽക്കുന്ന കടകളിലും വളക്കടയിലും നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വാങ്ങിയിട്ട് കൃഷിയിൽ ഉപയോഗിക്കട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്